ആയത്തിലൂടെ മണ്ണാലാണ് നിന്നെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് അള്ളാഹു പറഞ്ഞത് ഇവിടെ നാം മനസ്സിലാക്കണം. അതൊരു മജാസ് പ്രയോഗമാണ്. ഞാനൊന്ന് പറയട്ടെ, മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ കഴിയും. എന്തേ? ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട, മണ്ണിനാൽ വളർത്തിയെടുത്ത കുറേ പച്ചക്കറികളും ആഹാരങ്ങളും കഴിച്ചത് കൊണ്ടാണല്ലോ നമ്മുടെ നട്ടലിലേക്ക് ബീജത്തുള്ളികൾ കടന്നു വന്നത്. മനസ്സിലായോ? അത് എവിടെ നിന്ന് വന്നു? ഭൂമിയിൽ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട, മണ്ണിനാൽ വളർത്തിയെടുത്ത കായ്കനികൾ കഴിച്ചപ്പോൾ, പച്ചക്കറികൾ കഴിച്ചപ്പോൾ, അതിനു വേണ്ട പ്രോട്ടീനായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചപ്പോൾ എന്തേ? നമ്മുടെ നട്ടലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബീജം നൽകി. അതൊരു തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം കൂടുമ്പോൾ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ നൽകിയില്ലേ? അപ്പോൾ ഈ മനി എന്ന് പറയുന്നത്, ബീജത്തുള്ളി എന്ന് പറയുന്നത് എന്താണ്? അതൊരു മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ദ്രാവകം തന്നെയാണ്. മനസ്സിലായോ? ഇപ്പൊ ഒരു പശു, ആ പശു മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയാൻ കാരണം എന്തേ? ഭൂമിയിലുണ്ടായ, മണ്ണിൽ നിന്നുണ്ടായ പുല്ലുകൾ തിന്നാണ് അത് വലുതായത്. അതിലൂടെ അതിന് ബീജത്തുള്ളികൾ ഉണ്ടായി, അതിന്റെ ഇണയുമായി ശാരീരിക ബന്ധം കൂടിയപ്പോൾ എന്തേ? അതിന്റെ സന്താനങ്ങൾ ഉണ്ടായി. അപ്പോൾ ശരിക്കും ഇതിന്റെ ഇതിന്റെ യാഥാർത്ഥ്യം, തുടക്കം എവിടെയാണ്? മണ്ണാണ് സഹോദരങ്ങളെ. അതാണ് മനുഷ്യൻ മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത്. ഇത് ആന്തരികമായ ഒരു അർത്ഥമാണ് പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം. അതല്ലേ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധമായ ഖുർആനിൽ ഭാഗ്യമായ അർത്ഥമുണ്ട്, ആന്തരികമായ അർത്ഥങ്ങളുമുണ്ട്. ഈ ആന്തരികമായ അർത്ഥങ്ങൾ നാം കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്. തഫ്സീറുൽ ബൈളാവിക്കകത്ത് സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം പറയുന്ന കൂട്ടത്തിലുണ്ട്, ഒരാൾ ശരിക്കും അള്ളാഹനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി അള്ളാഹുമായിട്ട് അടുപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ അവൻ പറയും, അനല്ലാ, ഞാൻ അള്ളയാണെന്ന് പറയും. ഇത് ആന്തരികമായ അർത്ഥമാണ്. ഇത് കേൾക്കുമ്പോൾ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ തന്നെ രണ്ട് വിഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ പറയും, അദ്ദേഹം ശിർക്കല്ലേ പറയുന്നത്, അയാൾ ശിർക്കല്ലേ പറയുന്നതെന്ന് പറയും, ഞാൻ അള്ളയാണെന്ന് പറയുമ്പോൾ. പക്ഷെ അങ്ങനെയല്ല, അതൊരു ആന്തരികമായ അർത്ഥമാണ് സഹോദരങ്ങളെ. ഇപ്പൊ എന്റെ ഈ കൈ, ഞാൻ പറയുകയാണ് ഇത് അള്ളയാണ്, എന്റെ ഈ കൈ അള്ളയാണ്, എന്റെ ഈ കണ്ണ് അള്ളയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാർക്ക് ചിലപ്പോൾ ഖുർആൻ ആഴത്തിൽ മനസ്സിലാകാത്ത ആളുകൾക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. ഇതൊക്കെ എന്താണ്? ഒരു ആന്തരികമായ അർത്ഥങ്ങളാണ് സഹോദരങ്ങളെ, അല്ലാതെ ശിർക്കല്ല. ഇവിടെ നാം പറയണം എന്താണ്? ഈ കൈ അള്ളയാണെന്ന് പറയാനുള്ള കാരണം എന്തേ? ഈ കൈ എന്താണ്? ഇത് അള്ളാഹയല്ലേ എനിക്ക് നൽകിയത്, അള്ളാഹ് പടച്ചതല്ലേ, അതിപ്പോ അള്ളാഹയുടെയല്ലേ. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ കൈ അള്ളയുടെയാണ്, ഈ കണ്ണ് അള്ളയുടെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ എന്ന് പറയുന്നതിന് ഉള്ള പദമാണ് ഞാൻ പറഞ്ഞത്. ഈ കൈ അള്ളാഹയാണ്, ഈ കണ്ണ് അള്ളാഹയാണെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഇതാണ് ഖുർആനികമായ ആന്തരികമായ അർത്ഥങ്ങൾ സഹോദരങ്ങളെ. ഇത് മനസ്സിലാക്കാതെയാണ് പലരും ഇന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വിമർശിക്കാൻ കടന്നു വരുന്നത്. എന്തിനേറെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അകത്തുള്ള ആളുകൾ, രണ്ട് വിഭാഗങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, അവര് തന്നെയും പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയക്കാർ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് പറയുന്നത്.